പാക് പട്ടാള മേധാവിക്കെതിരെ ഇന്ത്യക്കെതിരായ ആണവ ഭീഷണി വില പോകില്ലെന്ന കേന്ദ്ര സർക്കാർ. പാകിസ്ഥാന്റെ ആണവ കമാൻഡ് സുരക്ഷിതമല്ല. ആണവ കമാൻഡിന്റെ നിയന്ത്രണത്തിൽ സംശയം. പാകിസ്ഥാൻ സൈന്യം തീവ്രവാദികളുമായി കൈകോർക്കുന്നുവെന്ന രാജ്യം. ഇന്ത്യയുടെ ഒരു സൗഹൃദ രാജ്യത്തെ വച്ചുള്ള അസീം മുനീറിന്റെ പരാമർശം ഖേദകരമെന്നും ഇന്ത്യ. വിവരങ്ങളുമായി ആന്റണി ജസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, പാകിസ്ഥാനെതിരെ വീണ്ടും ഇന്ത്യ ആഞ്ഞടിക്കുമ്പോൾ തിരിച്ച അതേപടി ഇന്ത്യ പാകിസ്ഥാൻ ഒരു മറുപടിയുമായി ആഞ്ഞടിക്കുകയാണ്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും രേണുക, ഇന്നലെയാണ് പാകിസ്ഥാന്റെ സൈനിക മേധാവിയായ അസീം മുനീർ അമേരിക്കയിൽ വെച്ച് ഈ ഇന്ത്യക്കെതിരായ ഈ ആണവ ഭീഷണി മുഴക്കുന്നത്. അതായത് ഇന്നലെ ഫ്ലോറിഡയിൽ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് മേധാവി മൈക്കൽ കുറില്ലയുടെ ഒരു യാത്രയയപ്പ് ചടങ്ങ് നടന്നിരുന്നു. ആ യാത്രയയപ്പ് ചടങ്ങിൽ ഇന്നലെ അസീം മുനീർ പറഞ്ഞത് സിന്ധു നദീജല കരാർ റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം പാകിസ്ഥാനെ ബാധിക്കും. സിന്ധു നദിയിൽ ഇന്ത്യ അണക്കെട്ട് നിർമ്മിക്കുന്നതുവരെ കാത്തിരിക്കും. അണക്കെട്ട് നിർമ്മിച്ചു കഴിഞ്ഞാൽ മിസൈൽ ഉപയോഗിച്ച് അത് തകർക്കും എന്നുള്ളതായിരുന്നു. ഞങ്ങൾ ആണവ ശക്തിയാണ്, ഞങ്ങളെ ഇല്ലാതാക്കുമെന്നായാൽ ലോകത്തിൻ്റെ പകുതി ഭാഗത്തെ ഞങ്ങൾ കൊണ്ടുപോകുമെന്നൊക്കെയായിരുന്നു ഇന്നലെ അസീം മുനീറിൻ്റെ ഭീഷണി എന്ന് പറയുന്നത്. ഏതായാലും ഇന്നിപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി അസീം മുനീറിന് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അസീം മുനീറിൻ്റെ ആണവ ഭീഷണി, ഇന്ത്യക്കെതിരായ അസീം മുനീറിൻ്റെ പാക് സൈനിക മേധാവിയുടെ ആണവ ഭീഷണി വിലപ്പോവില്ല എന്നുള്ളതാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഈ പാക് ആണവ കമാൻഡിൻ്റെ നിയന്ത്രണം ഇവർക്ക് നൽകുന്നതിൽ ചില സംശയങ്ങളുണ്ട്. തീവ്രവാദികളുമായി കൈകോർക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നുള്ളതാണ് ഒന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഈ തീവ്രവാദ ഗ്രൂപ്പുകളുമായി കൈകോർക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരത്തിൽ ആണവ കമാൻഡിൻ്റെ നേതൃത്വമൊക്കെ നൽകുന്നത് ലോകരാജ്യങ്ങളിൽ തന്നെ സംശയം ഉയർത്തുന്നതാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഇന്ത്യ ഉന്നയിക്കുന്നു. അതിനോടൊപ്പം ഇന്ത്യയുമായി സൗഹൃദമുള്ള ഒരു രാജ്യത്ത് വെച്ചാണ് ഇന്ത്യക്കെതിരായ ഇത്തരമൊരു പരാമർശം നടത്തിയത് എന്നുള്ളതിൽ ഖേദമുണ്ടെന്ന് കൂടി ഈ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഏതായാലും ശക്തമായ ഭാഷയിൽ തന്നെ മറുപടി നൽകിയിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ്, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കാര്യമായ പ്രകോപനങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അത്തരം പ്രസ്താവനകൾ ഉണ്ടായിട്ടില്ല. ഒരു ശാന്ത ഭാവമായിരുന്നു. പക്ഷേ അതിനിടയിലാണ് ഇന്നലെ അസീം മുനീറിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു ഈ ഭീഷണി, ആണവ ഭീഷണി ഉണ്ടാകുന്നത്. നമുക്കറിയാം, ആ ഘട്ടത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഘട്ടത്തിലൊക്കെ ഈ അസീം മുനീറും അതുപോലെ തന്നെ ഈ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയും അടക്കം ഇത്തരത്തിൽ ഭീഷണിയൊക്കെ മുഴക്കിയിരുന്നു. പക്ഷേ അതിനുശേഷം സമാധാനത്തിലേക്ക് എത്തിയതിനു ശേഷം അത്തരമൊരു ഭീഷണിയൊന്നും ഉണ്ടായിരുന്നില്ല. ഏതായാലും ഇന്നലെയാണ് വീണ്ടും ഇന്ത്യക്കെതിരെ ആണവ ഭീഷണി മുഴക്കി രംഗത്ത് വന്നത്. ഏതായാലും ആ ഭീഷണി വിലപ്പോകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ വ്യക്തമാക്കുന്നത്. ശരി ആന്റണി, വ്യക്തമാണ്. എന്തായാലും ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ആഞ്ഞടിക്കുമ്പോൾ തിരിച്ചു നോക്കി നിൽക്കാതെ ഇന്ത്യയും പാകിസ്ഥാനെ ആവേശത്തോടെ ആഞ്ഞടിക്കുകയാണ്. പാകിസ്ഥാന്റെ ഒരു പരാമർശമുണ്ടായിരുന്നു ഇതിനിടയിൽ. പാകിസ്ഥാൻ ഇല്ലാതെയാകുകയാണെങ്കിൽ മറ്റ് രാജ്യങ്ങളെ കൂടി പകുതി കൊണ്ടുപോകുമെന്നൊരു മറുപടി ഉണ്ടായിരുന്നു. എന്തായാലും പാകിസ്ഥാന് ചുട്ട മറുപടിയുമായിട്ടാണ് ഇന്ത്യ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. പാക് പട്ടാള മേധാവിക്കെതിരെ ഇന്ത്യ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ത്യക്കെതിരായ ആണവ ഭീഷണി വില പോകില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തന്നെ പാകിസ്ഥാൻ ഒരു ചുട്ട മറുപടി ഇന്ത്യ നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ ആണവ ഊർജ്ജം എങ്ങനെയാണ്, ആണവ ശക്തി എങ്ങനെയാണെന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ അത് കാണിച്ചു കൊടുത്തതാണ്. വീണ്ടും പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് കടക്കാനുള്ള ശ്രമം നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇന്ത്യ തന്നെ പാകിസ്ഥാൻ ഒരു മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വിവരങ്ങൾ പങ്കുവച്ചത് ആന്റണി ജസ്റ്റോർജ്.